അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതിലൊരു ഡിസൈൻ വന്നേക്കുന്നത് സെമി ടസർ സിൽക്ക് ഫാബ്രിക്കിൽ ഒരു ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന പാറ്റേൺ ആണ്. അതിൽ നമുക്ക് 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ കാണാൻ പോകുന്ന പ്രീമിയം ഡിസൈൻസ് ഉണ്ട്. അതിൽ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള, എല്ലാം ഒറ്റ സിംഗിൾ ഡിസൈൻ ആയിട്ടാണ് വരുന്നത്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ ഒരേ ഫാബ്രിക്കിലാണ് ഇത് വന്നേക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ഡിസൈൻസ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സെമി ടസർ സിൽക്ക് ഫാബ്രിക്കിൽ ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ യോക്കിലോട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. നമുക്കിത് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഇതിനകത്ത് കോമ്പിനേഷൻ വന്നേക്കുന്ന ഒരു ബ്ലൂയിഷ് ഗ്രേയുടെ കൂടെ പിസ്ത ഗ്രീൻ കളർ കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ ആ ഫാബ്രിക് വന്നേക്കുന്നത് സെമി ടസർ സിൽക്ക് ഫാബ്രിക്കിൻ്റെയൊക്കെ ഒരു സെമി ഫോമിൽ വന്നേക്കുന്ന മെറ്റീരിയലാണ്. ഇതാണ് ഇതിൻ്റെ ടോപ്പ്. ബാക്ക് സൈഡ് അതേപോലെ പ്ലെയിൻ ആയിട്ട് തന്നെ വരും. അടുത്തതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് കോട്ട ഫാബ്രിക്കിലാണ്, അതുപോലെ ചെക്കോട്ട ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിലോട്ട് എംബ്രോയ്ഡറി ചെയ്ത് വന്നേക്കാണ്. അത് ഇപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് പിസ്ത ഗ്രീൻ കളറിൽ വന്നിട്ട് അതിലോട്ട് ഗ്രേ ഷെയ്ഡിലുള്ള ത്രെഡ് എംബ്രോയ്ഡറിയും സൈഡിൽ ഇതുപോലെ സ്കാലപ്പ് പാറ്റേണും വന്നിട്ടുണ്ട്. ഇതാണ് ദുപ്പട്ട പെയർ ചെയ്യുന്നത്. ബോട്ടം ഇതിൻ്റെ കോട്ടൺ ഫാബ്രിക്കിലാണ് പെയർ ചെയ്തേക്കുന്നത്. ഇതുപോലെയാണ് ഓവറോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അടുത്ത ഷെയ്ഡ് ഇതിൻ്റെ വന്നേക്കുന്ന ഒരു പെയിൽ പിസ്ത ഗ്രീൻ കളറാണ്, പെയിൽ ഷെയ്ഡിൽ വന്നേക്കുന്നതാണ്. അതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്ക് കളറിലുള്ള കോമ്പിനേഷൻ വരുന്നു. ദുപ്പട്ട അതേപോലെ ദുപ്പട്ടയിലോട്ട് പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ട് എംബ്രോയ്ഡറി ആ ടോപ്പിൻ്റെ കളറിലോട്ട് വരികയാണ്. പിന്നെ ബോട്ടം കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. അടുത്ത ഷെയ്ഡ് ഇതിൻ്റെ വന്നേക്കുന്നത് സിൽവറിഷ് ഗ്രേ ആൻഡ് പീച്ച് കളർ കോമ്പിനേഷനാണ്. ഇതുപോലെയാണ്. നമുക്കിത് മുകളിൽ യോക്കിലായിട്ട് അല്ലെങ്കിൽ ഈവൻ ഹെംലൈനിലോട്ടും വെക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് പീച്ച് കളർ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷൻ. ബോട്ടം പീച്ച് ഷെയ്ഡിലോട്ടാണ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഒരു ലൈറ്റ് പീച്ചാണ്. ഇപ്പം നമുക്കിതിപ്പോൾ അല്ലാതെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഇത് ഹെംലൈനിലോട്ട് വരുന്ന രീതിയിലും ചെയ്യാവുന്നതാണ്. ഇതുപോലെ വരും. പിന്നെ ദുപ്പട്ട ഗ്രേ ഷെയ്ഡിലാണ്, ഗ്രേയിലോട്ട് പീച്ച് കളറിലുള്ള എംബ്രോയ്ഡറി വരും. അടുത്തത് ബോട്ടം കോട്ടൺ ഫാബ്രിക്കിൽ. ഇതിൽ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഫാബ്രിക്കിൽ. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വന്നേക്കുന്ന ഡിസൈനാണ്. ഡിസൈനർ കളക്ഷനായിട്ട് വരുന്നതാണ്. ഈ ഷെയ്ഡ് വരുന്നത് ഒരു സേജ് ഗ്രീൻ കളറിലോട്ടാണ്. ഇതിൻ്റെ ഫാബ്രിക് വന്നേക്കുന്നത് ലിനൻ ആൻഡ് കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ലിനൻ സിൽക്ക് ആൻഡ് കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ അത്ര നല്ല ഫ്ലോയി ആണ്, വളരെ കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് ഇടാനായിട്ട് ഈ മെറ്റീരിയൽ. പിന്നെ ഇതിൻ്റെ നെക്കിൽ ഓൾറെഡി ഇത് ചെയ്ത് വന്നിട്ടുണ്ട്. സെമി സ്റ്റിച്ചഡ് ആയിട്ട് നെക്ക് ഇങ്ങനെ റൗണ്ട് നെക്ക് വിത്ത് സ്ലിറ്റും ചുറ്റും അതിൻ്റെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ പാറ്റേൺ വരുന്നതിൽ ഡിജിറ്റൽ പ്രിൻസ് ഫ്ലോറൽ പാറ്റേണും അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ചെറിയ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. അടുത്ത് പിന്നെ ഇതിൻ്റെ ഹെം ലൈനിലോട്ട് വീതിയിൽ നല്ല ഭംഗിയായിട്ട് എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലുള്ള എംബ്രോയ്ഡറി, പിന്നെ അവിടെ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ക്രോഷ്യ ലേസ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. ഈവൻ സ്ലീവ്സ് എക്സ്ട്രാ ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. ഇപ്പോൾ ഈവൻ ഒരു 5XL സൈസ് വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാവുന്ന ഇതിൽ മെറ്റീരിയൽ അവൈലബിൾ ആണ്, അഡീഷണൽ സ്ലീവ്സ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട പെയർ ചെയ്യുന്നത് വിസ്കോസ് ഓർഗാൻസയാണ്. അപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പെയിൽ സേജ് ഗ്രീൻ, ഒരു ക്രീമയിലോട്ട് ഒരു ഓഫ് വൈറ്റിലോട്ട് പെയിലായിട്ടുള്ള സേജ് ഗ്രീൻ കളർ വന്നേക്കുന്നതാണ് ദുപ്പട്ട. പിന്നെ അതിലായിട്ട് ഒരു ഡിജിറ്റൽ പ്രിൻസ് സേജ് ഗ്രീൻ കളറിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 4 കോർണറിലും ത്രെഡ് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്ന സേജ് ഗ്രീൻ കളറിലാണ്, അത് പ്യുവർ കോട്ടണിലാണ്. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അടുത്തത് വരുന്ന ഒരു സ്കൈ ബ്ലൂ കളറിൽ. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈനർ പാറ്റേൺ വന്നിരിക്കുന്നത്. ഇതിൽ വന്നേക്കുന്നത് നെക്ക് ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് പാറ്റേൺ ഈവൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. പക്ഷേ ഇവിടെ ഇത് ഈ ഒരു എംബ്രോയ്ഡറി കുറച്ച് കട്ടാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിന് ആ ഒരു സെൽഫായിട്ടുള്ള ഫാബ്രിക് വെച്ചിട്ടുള്ള ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലോട്ട് വന്നിട്ടുള്ള ആപ്ലിക് വർക്കാണ്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സും കൊണ്ടുള്ള ഈ സെയിം ഫാബ്രിക്കിൽ തന്നെയുള്ള ആപ്ലിക് വർക്കും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അതിൽ. അതേപോലെ തന്നെ ഈ ഒരു പോർഷനിലോട്ട് ഈ കൊടുത്തിരിക്കുന്നത് ഫുള്ളായിട്ട് ആപ്ലിക് വർക്കാണ്. പിന്നെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ഡിസൈൻ. പിന്നെ ബാക്ക് സൈഡ് ഇതിൻ്റെ പ്ലെയിൻ ആയിട്ട് തന്നെ വരും. സ്ലീവ്സ് നമുക്ക് പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പം വിസ്കോസ് ഓർഗാൻസ ഫാബ്രിക്കിൽ സെയിം കളർ ടോണിൽ ഡിജിറ്റൽ പ്രിൻസും കൊടുത്തിട്ടുണ്ട്. ചുറ്റും ഈ ഒരു ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളർ ടോണിൽ തന്നെ. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. ആൻഡ് ബോട്ടം വരുമ്പം പ്യുവർ കോട്ടൺ. ഇനി അടുത്ത് നമ്മൾ കാണുന്നത് ഒരു ഓഫ് വൈറ്റ് കളറാണ്. അതിലൊരു ലാവൻഡർ ഷെയ്ഡിലുള്ള ചെക്ക് ഡീറ്റെയിലിംഗ് വന്നിരിക്കുകയാണ് ഇതിൽ.
നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ പാറ്റേൺ ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ടുള്ള ചെക്സ് ആണ് വന്നേക്കുന്നത്. ബാക്ക് സൈഡ് അതുപോലെ തന്നെ വരും. യോക്കിലോട്ട് ഇതിൽ ഒരു ഫാബ്രിക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഒരു ലേസ് പാറ്റേണിലുള്ള ഫാബ്രിക്, ക്രോഷ്യ ലേസിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിലിങ് വരുന്ന രീതിയിലുള്ള ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ട് അവിടെ ആപ്ലിക് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഹൈലൈറ്റിംഗ് ഹാൻഡ് വർക്കും ചുറ്റും ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നെക്ക് ഇതിൽ ഓൾറെഡി ഉണ്ട്, റൗണ്ട് നെക്ക് വിത്ത് സ്ലിറ്റ് ആയിട്ട്. പിന്നെ അടുത്തതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും വിസ്കോസ് ഓർഗാൻസ ഫാബ്രിക്കിൽ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻസും സൈഡിലോട്ട് ചെക്ക് പാറ്റേണിൻ്റെ ഡിജിറ്റൽ പ്രിൻസും വരുന്നുണ്ട്. ചുറ്റും ക്രോഷ്യ ലേസും വരുന്നുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടണിൽ ഓഫ് വൈറ്റ് കളറിലാണ്.